everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 14th lecture on marginal costing, which is the first module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In previous lecture, we were discussing about one decisional area in marginal costing, that is shut down or close down or suspending or continuing activities. We already discussed the theoretical aspects relating to this decisional area, and in this lecture we are going to discuss about a problem related to shut down or close down or suspending or continuing activities. Okay, let us examine the question carefully. G Limited produces and sells 95,000 units of X in a year at its 80% production capacity. The selling price of product is rupees 8 per unit. The variable cost is 75% of sales price per unit. The fixed cost is rupees 3,50,000. The company is continuously incurring losses and management plans to shut down the plant. The fixed cost is expected to be reduced to rupees 1,30,000. Additional costs of plant shutdown are expected at rupees 15,000. Should the plant be shut down, what is the capacity level of production of shutdown point? Okay. G Limited produces and sells 95,000 units of X in a year at its 80% production capacity. അതായത് ജി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 95,000 യൂണിറ്റ്സ് പ്രോഡക്റ്റ് എക്സിൻ്റെ 95,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നു ഇൻ എ ഇയർ, ഒരു വർഷത്തിൽ. ആൻഡ് ദീസ് പ്രൊഡക്ഷൻ ഈസ് ക്യാരി ഔട്ട് at its 80% production capacity. 80% പ്രൊഡക്ഷൻ കപ്പാസിറ്റി യൂസ് ചെയ്തിട്ടാണ് ഈ 95,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും സെയിൽ നടത്തുകയും ചെയ്യുന്നത്. ക്ലിയർ? ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ഇസ് rupees 8 per യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് rupees 8 ആണ്. Then the variable cost is 75% of sales price per unit. ഈ സെയിൽ പ്രൈസിൻ്റെ 75% ആണ് വേരിയബിൾ കോസ്റ്റ്. Then the fixed cost is 3,50,000 and fixed കോസ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? 3,50,000 ആണ് ഫിക്സഡ് കോസ്റ്റ്. Then the company is continuously incurring losses and management plans to shut down the plant. So കമ്പനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടമാണ്. സോ മാനേജ്മെൻറ്റ് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് പ്ലാൻസ് ടു ഷട്ട് ഡൗൺ ദ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യുകയാണ്. ദ ഫിക്സഡ് കോസ്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റെഡ്യൂസ് ടു 1,30,000. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്താൽ ദ കമ്പനി എക്സ്പെക്ട്സ് ദാറ്റ് ദ ഫിക്സഡ് കോസ്റ്റ് വിൽ ബി റെഡ്യൂസ് ടു rupees 1,30,000. അതായത് 3,50,000 ആയിരുന്ന ഫിക്സഡ് കോസ്റ്റ് ഈ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ റെഡ്യൂസ് ടു rupees 1,30,000. 1,30,000 ആയിട്ട് കുറയും. ക്ലിയർ? അഡീഷണൽ കോസ്റ്റ്സ് ഓഫ് പ്ലാന്റ് ഷട്ട് ഡൗൺ ആർ എക്സ്പെക്റ്റഡ് അറ്റ് rupees 15,000. അപ്പോൾ ഈ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് വരുന്ന അഡീഷണൽ കോസ്റ്റുകളുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു 15,000 rupees ആവുകയും ചെയ്യും. ഷുഡ് ദ പ്ലാന്റ് ബി ഷട്ട് ഡൗൺ? ഈ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യണോ? വാട്ട് ഈസ് ദ കപ്പാസിറ്റി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഷട്ട് ഡൗൺ പോയിൻറ്റ്? ഷട്ട് ഡൗൺ പോയിൻറ്റിലെ കപ്പാസിറ്റി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലെവൽ എത്രയാണ്? ക്ലിയർ? അത് കണ്ടുപിടിക്കാനാണ്. അതായത് ഈ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യണമെന്നും പറയണം, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഷട്ട് ഡൗൺ പോയിൻറ്റിൽ എത്രയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ കപ്പാസിറ്റി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഷട്ട് ഡൗൺ പോയിൻറ്റ്? ഷട്ട് ഡൗൺ പോയിൻറ്റിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓക്കെ, നൗ വി ആർ ഗോയിങ് ഇൻ ടു ദ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം.
നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി അറിയാം, ഷുഡ് ദ പ്ലാൻ ബി ഷട്ട് ഡൗൺ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് പറയാം. ഒന്നുകിൽ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ പ്ലാന്റ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് സിറ്റുവേഷൻസ്. ഇഫ് പ്ലാന്റ് ഈസ് കണ്ടിന്യൂ, ഇഫ് പ്ലാന്റ് ഈസ് ഷട്ട് ഡൗൺ. നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഫോർമുല അറിയാം. എങ്ങനെയാണ്? സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്, ദെൻ കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ്. ഓക്കെ, അത്രയും മനസ്സിൽ വയ്ക്കുക. ദെൻ സെയിൽസ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 95,000 യൂണിറ്റ്സ് ആണ് ഒരു വർഷം ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 8 per unit ആണ്. സോ പ്ലാന്റ് കണ്ടിന്യൂ ചെയ്താലും അത്ര തന്നെ കാണുമല്ലോ ഒരു വർഷം. ദെൻ സെയിൽസ് ഇസ് ഈക്വൽ ടു 95,000 into 8, that is 7,60,000. ക്ലിയർ? ദെൻ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെയിൽ പ്രൈസ് പെർ യൂണിറ്റിൻ്റെ 75%, അതായത് 8 rupeesൻ്റെ 75%, ദാറ്റ് ഈസ് 6 rupees. 8ൻ്റെ 75% 6 rupees ആണ്. ആ 6നെ 95,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5,70,000 കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസിൻ്റെ എമൗണ്ടായ 7,60,000ൻ്റെ 75% എടുത്താലും മതി, 5,70,000 കിട്ടും. ഓക്കെ, സോ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടി. ദാറ്റ് ഈസ് 7,60,000ൽ നിന്നും 5,70,000 കുറച്ച് 1,90,000 കോൺട്രിബ്യൂഷൻ കിട്ടി. ക്ലിയർ? ദെൻ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് വർക്ക് ചെയ്യുമ്പോൾ 3,50,000 ആണ് അവിടെ ഉണ്ടാകുന്ന ഫിക്സഡ് കോസ്റ്റ്. സോ 1,90,000, അതായത് ഈ പ്ലാന്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു വർഷം ഉണ്ടാകുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 3,50,000 ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഷട്ട് ഡൗൺ ചെയ്താൽ ഈ 3,50,000 1,30,000 ആയിട്ട് കുറയും എന്നുള്ളത്. ഓക്കെ, അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യനിൽ. സോ കോൺട്രിബ്യൂഷൻ 1,90,000, ദെൻ ഫിക്സഡ് കോസ്റ്റ് 3,50,000. ദെൻ കോൺട്രിബ്യൂഷൻ 1,90,000, fixed cost 3,50,000. That means there is a loss, that is operating loss of rupees 1,60,000. Clear? Contribution ആയ 1,90,000ൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് ആയ 3,50,000 കുറച്ചപ്പോൾ we get the operating loss of rupees 1,60,000. ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ഇഫ് പ്ലാന്റ് ഇസ് ഷട്ട് ഡൗൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഷട്ട് ഡൗൺ ചെയ്താൽ അവിടെ ദർ ഇസ് നോ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്, ആൻഡ് സെയിൽസും പ്രൊഡക്ഷനും ഒന്നുമില്ല. സോ ദർ ഇസ് നോ എനി വേരിയബിൾ കോസ്റ്റ്. സെയിൽസും വേരിയബിൾ കോസ്റ്റും നില്ലാണ്. സോ ദർ ഇസ് നോ എനി കോൺട്രിബ്യൂഷനും ഇല്ല. ദെൻ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താൽ ദ ഫിക്സഡ് കോസ്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റെഡ്യൂസ്ഡ് ടു rupees 1,30,000. സോ 1,30,000 ആയിട്ട് കുറയും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എത്രയുണ്ട് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ? 1,30,000. ആൻഡ് there are some additional costs, അല്ലേ? ഷട്ട് ഡൗണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് അഡീഷണൽ കോസ്റ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് 15,000. സോ അവിടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,30,000 പ്ലസ് 15,000, ദാറ്റ് ഈസ് 1,45,000. ഇനി ഈ രണ്ട് ലോസിൻ്റെ ഫിഗേഴ്സും, രണ്ടും ഓപ്പറേറ്റിംഗ് ലോസാണ്. ഈ രണ്ട് ലോസ് ഫിഗേഴ്സ് നോക്കിയാൽ നമ്മൾ പ്ലാന്റ് കണ്ടിന്യൂ ചെയ്താൽ there will be 1,60,000 rupees as operating loss, and if the plant is shut down there will be 1,45,000 rupees as operating loss. അപ്പോൾ സെക്കൻഡ് കേസിൽ, അതായത് പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുന്ന കേസിൽ ഒരു 15,000 rupees ലോസ് കുറയും, അല്ലേ? സോ 1,60,000 ആണ് പ്ലാന്റ് കണ്ടിന്യൂ ചെയ്താൽ ഉണ്ടാകുന്ന ഓപ്പറേറ്റിംഗ് ലോസ്, ആൻഡ് പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താൽ 1,45,000 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യുന്നതാണ് നല്ലത്? പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ് നല്ലത്. ക്ലിയർ? ദെൻ ഇനി നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റിൽ കണ്ടെത്താൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ടുണ്ട് ഷുഡ് ദ പ്ലാന്റ് ബി ഷട്ട് ഡൗൺ? യെസ്, ദ പ്ലാന്റ് ഷുഡ് ഷട്ട് ഡൗൺ. കാരണം ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, ബിക്കോസ് ദർ ഈസ് an increase in operating loss by rupees 15,000 if the plant is continued. Clear? അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15,000 പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താൽ ഓപ്പറേറ്റിംഗ് ലോസ് 15,000 കുറഞ്ഞിരിക്കും. ക്ലിയർ ആണല്ലോ? ദെൻ
ഷട്ട് ഡൗൺ പോയിൻറ്റിൻ്റെ ഫോർമുല നമുക്കറിയാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ഷട്ട് ഡൗൺ കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇതിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം, ക്വസ്റ്റ്യനിലുണ്ട് 3,50,000 ആണ്. ദെൻ ഷട്ട് ഡൗൺ കോസ്റ്റ് അത് നമ്മളിപ്പോൾ കണ്ടെത്തി 1,45,000. സെക്കൻഡ് കേസിൽ സെക്കൻഡ് സിറ്റുവേഷനിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു, ദാറ്റ് ഈസ് 1,45,000. ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അതിൻ്റെ ഫോർമുല നമുക്കറിയാം, സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. സെയിൽസ് പ്രൈസ് നമുക്കറിയാം ക്വസ്റ്റ്യനിലുണ്ട് ₹8 ആണ്. അതിൻ്റെ 75%, 8ൻ്റെ 75%, ദാറ്റ് ഈസ് 6 rupees ആണ് വേരിയബിൾ കോസ്റ്റ്. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര കിട്ടും? സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് ആയ 8ൽ നിന്നും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആയ 6 കുറയ്ക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇറ്റ് കംസ് ടു ₹2. ദെൻ സോൾവ് ചെയ്ത് വരുമ്പോൾ ഷട്ട് ഡൗൺ പോയിൻറ്റ് കണ്ടെത്താനായിട്ട് വരുമ്പോൾ 3,50,000 മൈനസ് 1,45,000 ഡിവൈഡഡ് ബൈ ₹8 മൈനസ് ₹6. സോൾവ് ചെയ്യുമ്പോൾ ₹2,05,000 ഡിവൈഡഡ് ബൈ ₹2. ഓക്കെ, 3,50,000 നിന്ന് 1,45,000 കുറയ്ക്കുമ്പോൾ 2,05,000 കിട്ടും. ഓക്കെ, ₹8ൽ നിന്നും ₹6 കുറയ്ക്കുമ്പോൾ ₹2 കിട്ടും. ദെൻ ഷട്ട് ഡൗൺ പോയിൻറ്റിലെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 1,02,500 യൂണിറ്റ്സ്. ഓക്കെ, ഈ 2,05,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 1,02,500 യൂണിറ്റ്സ് ആണ് ഷട്ട് ഡൗൺ പോയിൻറ്റ് വരുന്നത്. അതായത് ഷട്ട് ഡൗൺ പോയിൻറ്റിലെ പ്രൊഡക്ഷൻ ഇത്രയും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഷട്ട് ഡൗൺ പോയിൻറ്റിലെ കപ്പാസിറ്റി ലെവൽ എത്രയായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഷട്ട് ഡൗൺ പോയിൻറ്റിൽ പ്രൊഡക്ഷൻ കണ്ടെത്തിയത്, എത്ര യൂണിറ്റ്സ് ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കി 95,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 80% ലെവൽ ഓഫ് കപ്പാസിറ്റി വേണം അല്ലേ. അതായത് 95,000 ആണ് 80ക്കെങ്കിൽ 95,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. 100ന് എത്ര? അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അറ്റ് 100% ലെവൽ പ്രൊഡക്ഷൻ ഈസ് 100% ലെവലിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ആണ്? 95,000 ആണ് 80ക്കെങ്കിൽ 100ന് എത്ര? ഒന്നുകിൽ അതിങ്ങനെ ചെയ്യാം, 95,000 ഡിവൈഡഡ് ബൈ 0.80. 0.80 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 80%-നെയാണ്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം. ഇത് ക്ലിയർ അല്ലെങ്കിൽ 95,000 ഡിവൈഡഡ് ബൈ 80 വിച്ച് മീൻസ് 95,000 ആണ് 80ക്കെങ്കിൽ ദെൻ ഇൻറ്റു 100, അതായത് 95,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. അങ്ങനെ ചെയ്താലും 1,18,750 യൂണിറ്റ്സ്. അതാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? 100% കപ്പാസിറ്റിയിൽ ആ കമ്പനി വർക്ക് ചെയ്താൽ 1,18,750 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എങ്കിൽ 1,02,500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏത് കപ്പാസിറ്റി ലെവലിലാണ് കമ്പനി വർക്ക് ചെയ്യേണ്ടത്? അതാണ് നമുക്ക് കണ്ടെത്തേണ്ടുന്നത്. ഈ 1,02,500 യൂണിറ്റ്സ് ആണല്ലോ നമ്മുടെ ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത്. ഷട്ട് ഡൗൺ പോയിൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, ദെൻ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഷട്ട് ഡൗൺ പോയിൻറ്റിൽ യൂണിറ്റ്സ് ഉണ്ട്, 100% ലെവൽ പ്രൊഡക്ഷനിലെ യൂണിറ്റ്സ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. ദെൻ കപ്പാസിറ്റി ലെവൽ അറ്റ് ഷട്ട് ഡൗൺ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യുക? ഷട്ട് ഡൗൺ പോയിൻറ്റിലെ യൂണിറ്റ്സ് ആയ 1,02,500 ഡിവൈഡഡ് ബൈ 100% ലെവലിലെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആയ 1,18,750 അത് ചെയ്യുക. ചെയ്യുമ്പോൾ we will get the capacity level, that is 86.31%. It means that shutdown point ആയ 1,02,500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കമ്പനി 86.31% ലെവലിൽ, കപ്പാസിറ്റി ലെവലിൽ 86.31% പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലെവലിൽ വർക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. ഷുഡ് ദ പ്ലാൻ ബി ഷട്ട് ഡൗൺ? നമ്മളത് കറക്റ്റായിട്ട് കണ്ടെത്തി. ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 15,000 കൂടെ കൂടുതൽ ലോസ് സംഭവിക്കുമെന്ന് കാൽക്കുലേഷനിലൂടെ നമ്മൾ കണ്ടെത്തി. ദെൻ നമ്മളുടെ ഷട്ട് ഡൗൺ പോയിൻറ്റിലെ കപ്പാസിറ്റി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എത്രയായിരിക്കും എന്നുള്ളത് കണ്ടെത്താൻ പറഞ്ഞു. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്തു?
ഷട്ട് ഡൗൺ പോയിൻറ്റ് നമ്മുടെ ഫോർമുല യൂസ് ചെയ്ത് കണ്ടെത്തി. അതിനുശേഷം ക്വസ്റ്റ്യനിലെ ഡേറ്റ യൂസ് ചെയ്ത് 100% ലെവൽ ഓഫ് പ്രൊഡക്ഷനിൽ 100% കപ്പാസിറ്റി ലെവലിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സിനെ കണ്ടെത്തി. അത് യൂസ് ചെയ്ത് ഷട്ട് ഡൗൺ പോയിൻറ്റിലെ യൂണിറ്റ്സും 100% കപ്പാസിറ്റിയിലെ പ്രൊഡക്ഷൻ യൂണിറ്റ്സും കൂടി യൂസ് ചെയ്ത് കപ്പാസിറ്റി ലെവൽ കണ്ടെത്തി. ഓക്കെ, അങ്ങനെ 2 ക്വസ്റ്റ്യനും ആൻസർ കണ്ടെത്തി. ക്ലിയർ ആണല്ലോ? വിത്ത് ദിസ് ലെക്ചർ we are concluding our first chapter. Thank you.